ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഡിസൈൻ പ്രൊസീജിയർ ഫോർ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ മെൻഡിങ് മൊമെൻറ്റ് അതുപോലെ അൾട്ടിമേറ്റ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എല്ലാം തറവാണ്. ഇനി എങ്ങനെയാണ് ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ ദ ഗിവൺ ക്രോസ് സെക്ഷൻ, അതായത് MU ലിമിറ്റ് ആണ് പറയുന്നത്, യൂസിങ് ദ ഇക്വേഷൻ ഫോർ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ ഏതാണ് ഇക്വേഷൻ? MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.87 FI AST ഇൻറ്റു ഡി ഇൻറ്റു 1 മൈനസ് 0.42 XU മാക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന AST എന്ന് പറയുന്നത് AST 1 ആണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. AST 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ സൈഡിൽ, അതായത് ടെൻഷൻ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നതാണ് AST 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ബാലൻസ് സെക്ഷനിൽ വരുന്ന AST 1ൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് നമ്മൾ ടെൻഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു കംപ്രഷൻ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ഫോർമുല പറയുന്നത് എങ്ങനെയാണ് വരിക? 0.87 FI AST ഇസ് ഈക്വൽ ടു 0.36 FCK B ഇൻറ്റു XU മാക്സ് ആണ്. അതായത് എങ്ങനെയാണ് നമ്മളിപ്പം നേരത്തെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടം സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ടെൻഷൻ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഡിസൈൻഡ് ആസ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക, അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇക്വേഷൻസും എടുക്കുന്നത്. ഇനി സ്റ്റെപ്പ് 2 നോക്കാം. ഇഫ് factored moment MU is greater than MU limit, then doubly reinforced beam is required to be designed for additional moment. നമുക്കറിയാം എന്താണ് നമ്മുടെ MU ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ മൊമെൻറ്റിനേക്കാളും MUവിൻ്റെ വാല്യൂയേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മൊമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം, അല്ലേ? ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം, അതായത് ഒരു അഡീഷണൽ വരുന്ന മൊമെൻറ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അഡീഷണൽ ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ മൊമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്ന ഫോർമുല. MU മൈനസ് MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു FSC ഇൻറ്റു ASC ഇൻറ്റു D മൈനസ് D ഡാഷ്. ഈ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അല്ലേ? എങ്ങനെയാണ് FSC വരുന്നത്? ASC എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റീൽ പ്രൊവൈഡഡ് ഏരിയ ഓഫ് ദ സ്റ്റീൽ പ്രൊവൈഡഡ് എടുത്ത കംപ്രഷൻ സൈഡാണ് ASC എന്ന് പറയുന്നത്. ഇനി ആ ഫോഴ്സിൻ്റെ ഉള്ള ഡിസ്റ്റൻസ് ആണ് D മൈനസ് D ഡാഷ് എന്ന് പറയുന്നത്. അപ്പം ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്നുകൂടെ നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 3, അഡീഷണൽ ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ AST2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വിച്ച് ഇസ് ഈക്വൽ ടു ASC ഇൻറ്റു FSC ഡിവൈഡഡ് ബൈ 0.7 FY. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ടോട്ടൽ ടെൻഷൻ സ്റ്റീലാണ്. ദാറ്റ് ഈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? AST1 പ്ലസ് AST2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ടെൻഷൻ സ്റ്റീൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. A RCC beam of size 230 by 450 mm carries a UDL of 20 kN per meter. Excluding its self height, take effective span as 5.5 meter. Design the beam using M20 grade of concrete. FE 500 grade of steel. Assume effective cover as 50 mm. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ എഴുതാം. Given B is equal to 230 mm. Capital D ടോട്ടൽ ഡെപ്ത് ആണ് തന്നിട്ടുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു 450 mm. D ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറാണ്, അല്ലേ? അസ്യൂം എഫക്റ്റീവ് കവർ ആസ് 50 mm തന്നിട്ടുണ്ട്. സോ D ഡാഷ് ഇസ് ഈക്വൽ ടു 50 mm ആണ്. ദെൻ D എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ D മൈനസ് എഫക്റ്റീവ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് D കിട്ടും. സോ 450 മൈനസ് 50 400 mm. ലെങ്ത് അവർ തന്നിട്ടുണ്ട് 5.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് ഒരു UDL ആണ് തന്നിട്ടുള്ള ലോഡ് 20 kN per meter ആണ്. FCK ഇസ് ഈക്വൽ ടു 20 N/mm². അതേപോലെ FI ഇസ് ഈക്വൽ ടു 500 ഗ്രേഡ് ആണ് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 500 N/mm².
ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് എ സെൽഫ് വെയ്റ്റ്. സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റിയാണ്. കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 25 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. സോ 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് എന്താണ്, ബീമിൻ്റെ സൈസാണ്. അപ്പോൾ 0.23 ഇൻറ്റു 0.45 ഇൻറ്റു 1 ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടലി വി ഗെറ്റ് ദ സെൽഫ് വെയ്റ്റ് ആസ് 2.58 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള വെയിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വെയിറ്റ് കിട്ടി, സെൽഫ് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്. UDL എത്രയാണ് തന്നിട്ടുള്ളത്, 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് തന്നിട്ടുള്ളത്. പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സെൽഫ് വെയ്റ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമാണ് ടോട്ടൽ വെയിറ്റ് ആകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 22.58 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ അസംഷനിൽ തന്നെ നമ്മൾ പറയുന്നത് വെയിറ്റ് കൂട്ടി കാണണം. സോ ഫാക്ടേർഡ് ലോഡ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫാക്ടേർഡ് ലോഡിൻ്റെ ഫോമുല എന്താണ്, ആ ഗിവൺ ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ അല്ലേ. ലോഡ് ഫാക്ടർ നമുക്കറിയാം 1.5 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുക 22.58 ഇൻറ്റു 1.5 വിച്ച് ഇസ് ഈക്വൽ ടു 33.87 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് അവർ ഫാക്ടേർഡ് ലോഡ്. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ മൊമെൻറ്റ്. മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, സിൻസ് ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആക്ടിങ് വിത്ത് ആൻ UDL എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഫോമുല എന്നുള്ളത് അറിയാം, WL²/8 ആണ് ഫോമുല. ഇതിലെ W നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ഫാക്ടേർഡ് ലോഡ് ഇൻറ്റു L. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ, divided by 8. ഓക്കെ, അപ്പോൾ 33.87 ഇൻറ്റു 5.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 128.07 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് നമ്മുടെ മൊമെൻ്റ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മൊമെൻ്റ് കിട്ടി. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ MU ലിമിറ്റ് അല്ലേ. MU ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഡബ്ല്യു റീൻഫോഴ്സ്ഡ് ആണോ സിംഗിളി റീൻഫോഴ്സ്ഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താനായിട്ട് പറ്റുള്ളൂ. ഫോർ ദാറ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് XU max by D അല്ലേ. XU max by D കണ്ടുപിടിച്ചാൽ മാത്രമേ MU ലിമിറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ XU max by D is equal to 0.46. എന്തുകൊണ്ടാണ് 0.46 വന്നത്, കാരണം തന്നിരിക്കുന്ന ഗ്രേഡ് ഓഫ് സ്റ്റീൽ 500 ആണ്. സോ IS 456 യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് XU max by D is equal to 0.46 for 500 ഗ്രേഡ് ഓഫ് സ്റ്റീൽ അല്ലേ. ഇനി XU max എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, 0.46 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 400 ആണ്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 184 mm എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് MU ലിമിറ്റ്. MU ലിമിറ്റിൻ്റെ ഫോമുല നമ്മൾ നമ്മുടെ കണ്ടീഷനിൽ പറഞ്ഞതാണ് അല്ലേ. നമ്മുടെ സിംഗിളി റീൻഫോഴ്സിൻ്റെ ഫോമുല തന്നെയാണ് MU ലിമിറ്റിൻ്റെ ഫോമുല. അപ്പോൾ 0.36 ഇൻറ്റു FCK ഇൻറ്റു B ഇൻറ്റു XU max ഇൻറ്റു D മൈനസ് 0.42 XU max. അപ്പോൾ ഇവിടെ XU maxന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 184 mm എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയുന്നതാണ്. 0.36 FCKക്ക് പകരം 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. B എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതായത് ബ്രെത്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത്. സോ 230 ഇൻറ്റു XU max എന്ന് പറയുന്നത് തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് 184 ഇൻറ്റു D എഫക്റ്റീവ് ഡെപ്ത് 400 മൈനസ് 0.42 ഇൻറ്റു 184. എല്ലാം കൂടെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 98.33 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് MU ലിമിറ്റ് കിട്ടി, MU ആക്ച്വൽ മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് നമ്മുടെ MU കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 128.07 ആണ്. വെറസ് MU ലിമിറ്റ് കിട്ടിയത് 98.33 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് MU ഇസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ് ആണ്. ലിമിറ്റിനേക്കാളും കൂടുതലാണ് അവിടെ വരുന്ന മൊമെൻറ്റ്. സോ നമുക്കവിടെ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല, പകരം നമ്മൾ ഡബ്ലി റീൻഫോഴ്സ്ഡ് ബീമാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലിയറായി. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ AST1 ഏരിയ ഓഫ് സ്റ്റീലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ ഫോമുല അറിയാം. MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.87 FI AST 1 ഇൻറ്റു D മൈനസ് 0.42 XU ആണ്.
ഇതിൽ MU ലിമിറ്റിൻ്റെ പകരം നമ്മൾ ഏത് കണ്ടീഷനാണ് ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ MU ലിമിറ്റ് കണ്ടീഷൻ, അതായത് സിംഗിൾ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടീഷൻ MU ലിമിറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുക. സോ MU ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 98.33 × 10⁻6 ന്യൂട്ടൺ mm ആണ് നമ്മുടെ മൊമെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എത്രയാണ്? 0.87 × 500 × AST1 × 400 മൈനസ് 0.42 × 184. അത് നമുക്കറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് AST1 മാത്രമാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ AST1 = 98.33 × 10⁻6 ഡിവൈഡഡ് ബൈ 140,383.2 എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 700.43 mm². അപ്പോൾ AST1 ഏരിയ ഓഫ് സ്റ്റീൽ നമുക്ക് 1 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അഡീഷണൽ ആയിട്ട് വരുന്ന മൊമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റീലിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ AST2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ AST2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദാറ്റ് അഡീഷണൽ മൊമെൻറ്റ് എത്രയാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതിന് കറക്റ്റായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അഡീഷണൽ മൊമെൻറ്റിൻ്റെ ഫോർമുല MU ഡാഷ് = MU - MU ലിമിറ്റ് ആണ്. MU നമുക്ക് കിട്ടിയത് 128 ആണ്, വേറെസ് MU ലിമിറ്റ് നമുക്ക് കിട്ടിയത് 98.33 ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഡീഷണൽ മൊമെൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 29.67 kN ആണ്. അപ്പോൾ ഈ 29.67 kN എന്ന് പറഞ്ഞ മൊമെൻറ്റിന് ആവശ്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫോർ ഫൈൻഡിങ് AST2, MU dash is equal to 0.87 FI AST2 × D - T dash ആണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? MU ഡാഷിന് പകരം അഡീഷണൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 29.67 × 10⁻6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. AST2 എന്ന് പറയുന്ന ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടുന്നത് 194.87 mm² എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ടോട്ടൽ AST is equal to AST1 plus AST2 ആണ്. നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് സം ചെയ്യുക. 700.43 plus 194.87 which will be equal to 895.306 mm² എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ ASC. ASC എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SP16 കോഡ് ബുക്കാണ് റെഫർ ചെയ്യുന്നത്. അതിൽ ടേബിൾ F ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അതിലെങ്ങനെയാണ് നമ്മൾ വാല്യൂസ് കമ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ASCയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. അപ്പം അതിൽ നിങ്ങളുടെ ഫോർമുല വരുന്നത് ASC is equal to 0.87 FI AST2 ഡിവൈഡഡ് ബൈ FSC. ഓക്കെ, ഈ FSC എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ്, അതായത് ഫോഴ്സ് ഓഫ് സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡാണ് നമ്മൾ FSC എന്ന് പറയുന്നത്. FSCയുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതിൽ നിന്നും എടുക്കേണ്ടത്. ഫോർ ദാറ്റ് FSC ഈസ് ഈക്വൽ ടു D ഡാഷ് ബൈ D. അപ്പോൾ D ഡാഷ് എന്ന് പറയുന്നത് 50 ആണ്, ഡിവൈഡഡ് ബൈ 400 ചെയ്യുമ്പോൾ 0.125. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 0.13 ആണ്. അപ്പോൾ പേജ് നമ്പർ 13 ടേബിൾ F ഓൺ SP16 കോഡ് ബുക്ക്. അതിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടേബിൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് FSCയുടെ വാല്യൂ ഫോർ സ്റ്റീൽ ഏതാണ്? ഗ്രേഡ് 500 ആണ്. 500 നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 395 എന്ന വാല്യൂ ആണ് നമ്മുടെ FSCക്ക് കിട്ടുന്നത്. ഓക്കെ, FSCക്ക് കിട്ടുന്നത്. അപ്പോൾ ആ FSCയുടെ വാല്യൂ ആണ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ASC is equal to 0.87 × 500 × 194.87 divided by 395 which is equal to 214.60 mm². അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ടെൻഷനും സ്റ്റീൽ അറ്റ് കംപ്രഷനും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു.
നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഏത് ബാറാണ്, ഏത് ഡയാലിലുള്ള ബാറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഫോർ ദാറ്റ് ആദ്യം AST എടുക്കാം. AST നമുക്ക് കിട്ടിയത് 895.3 mm² ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഏകദേശം ഒരു 20 mm ഡയാ ബാർസ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് 1 ബാർ എന്ന് പറയുന്നത് π/4 × 20² ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 314.15. സോ നമ്പർ ഓഫ് ബാർസ് ഇൻ ദ ടെൻഷൻ സൈഡ് വിൽ ബി ഈക്വൽ ടു 895.3 ഡിവൈഡഡ് ബൈ 314.15. നമുക്ക് കിട്ടുന്നത് 2.84 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 3 നമ്പേഴ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ 3 നമ്പേഴ്സ് ഓഫ് 20 mm dia bars ആണ് should be provided on the tension side. നെക്സ്റ്റ് ASC ഉണ്ട്. ASCയിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ബാർസ് ഇൻ ദ കംപ്രഷൻ സൈഡാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ASC നമുക്ക് 214 ആണ് കിട്ടിയത്. സോ വി ക്യാൻ അസ്യൂം എ 16 mm dia bar. അപ്പോൾ ഏരിയ ഓഫ് 1 ബാർ ഇസ് ഈക്വൽ ടു π/4 × 16² 200.96 വരും. സോ നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു 214.6 ഡിവൈഡഡ് ബൈ 200.96 1.07 ആണ് വരുന്നത്. നമുക്കപ്പം അത് 2 ആയിട്ട് കൊടുക്കാം. സോ പ്രൊവൈഡ് 2 numbers of 16 mm dia at the compression side and 3 numbers of 20 mm dia on the tension side. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്രോബ്ലംസാണ് നമുക്ക് എക്സാംസിന് വരിക. ബാക്കിയുള്ള പ്രോബ്ലംസ് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണോലിത്തിക്കലി കാസ്റ്റ് ചെയ്യുന്ന ബീമുകളെയാണ് ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറയാം. അതായത് ഒരു സ്ലാബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ബീമുകളെ നമ്മൾ ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു സ്ലാബ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിൽ T ഷേപ്പിലാവാം അല്ലെങ്കിൽ L ടൈപ്പ് ആവാം. ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഒരു സൈഡിലാണോ സ്ലാബ് വരുന്നത് അല്ലെങ്കിൽ 2 സൈഡിലാണോ സ്ലാബ് വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് T അല്ലെങ്കിൽ L എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫ്ലാഞ്ച്ഡ് ബീം എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലോർസിലാവാം അല്ലെങ്കിൽ റൂഫ്സ് ആവാം, ഡെക്സ് ആവാം. അങ്ങനെ മോണോലിത്തിക്കലി കാസ്റ്റ് ചെയ്യുന്ന സ്ലാബുകളുടെ കൂടെ ബോട്ടത്തിലെ ബീം വരുന്നതിനെയാണ് നമ്മൾ ഫ്ലാഞ്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കേസസിൽ ടാങ്കുകളിൽ, അങ്ങനെ എലിവേറ്റഡ് ടാങ്ക്സസ്, നമ്മുടെ ബ്രിഡ്ജുകളിൽ, ദെൻ അതുപോലെ കുറേ സ്ട്രക്ചേഴ്സിൽ എല്ലായിടത്തും ഇതേപോലെയുള്ള മോണോലിത്തിക്കലായിട്ടുള്ള ബീംസസ് വരാറുണ്ട്. അല്ലെങ്കിൽ T അല്ലെങ്കിൽ L ഷേപ്ഡ് ഫ്ലാഞ്ച്ഡ് ബീംസസ് വരാറുണ്ട്. പ്രീകാസ്റ്റ് യൂണിറ്റ്സിലും ഇതേപോലത്തെ ഫ്ലാഞ്ച്ഡ് ബീംസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു കണ്ടിന്യൂസ് ബീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ് ഉണ്ടാവുന്നത് ഓൺ ദ സ്ലാബ്സസ്. അതുകൊണ്ട് തന്നെ സ്ലാബിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ആണെന്ന് പറയാം. വേറാസ് താഴത്തെ പോർഷൻ, അതായത് റിബ് പോർഷൻ എന്ന് പറയുന്നത് വിൽ ബി അണ്ടർ ദ കംപ്രഷൻ. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഫ്ലാഞ്ച്ഡ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പാർട്സ്, റിബ്, ഫ്ലാഞ്ച് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ ടിയും ഉണ്ട്, അതേപോലെ L ടൈപ്പും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടി ബീം എന്താണെന്ന് നോക്കാം. അപ്പോൾ ടി ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി ബീം ഇസ് എ സ്ട്രക്ചർ എലമെൻറ്റ് ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ലാർജ് ലോഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ ദ ബീം ഓർ ബൈ ദ ഇൻറ്റേർണൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം ടി ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ലോഡുകളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ബീമാണ്. എ ടി ബീം ഇസ് ഇൻ വൺ സെൻസ് no more than a pillar with a horizontal bed on the top, or in the case of the inverted T-beam on the bottom. T-beam എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ പില്ലർ. ഒരു പില്ലറാണ് അല്ലെങ്കിൽ ഒരു കോളമാണ്. പക്ഷേ എന്താണ് അതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നതിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ലാബ് പോർഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. The upright portion carrying the tension of the beam is termed as web or stem, and the horizontal part that carries the compression is termed as flange.
ഓക്കെ, അതായത് എന്താണ് ദ അപ്പർ റൈറ്റ് പോർഷൻ ക്യാരിങ് ദ ടെൻഷൻ ഓഫ് ദ ബീം എന്ന് പറയുന്നത്, ടെൻഷൻ എടുക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ് അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയുന്നത്. ആൻഡ് ദ ഹൊറിസോണ്ടൽ പാർട്ടിനെ നമ്മൾ എന്ത് പറയുന്നു, ഫ്ലാഞ്ച് എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലാഞ്ചാണ് ഇവിടെ കംപ്രഷൻ എന്ന് പറയുന്ന ലോഡ് എടുക്കുന്നത്. The T-beam structures such as highway overpasses, buildings and parking garages have extra material added on the underside where the web joins the flange to reduce the T-beams vulnerable to the shear stress. നമുക്ക് ഈ T-beams എന്ന് പറയുന്നത് കുറേ സ്ഥലത്താണ് അപ്ലിക്കേഷൻസ് വരുന്നത്. ഹൈവേ ഓവർപാസിൽ വരാം, അതുപോലെ തന്നെ പാർക്കിംഗ് ഗാരേജസിൽ വരാം. അങ്ങനെ ഒരു ലാർജ് അപ്ലിക്കേഷനാണ് T-ബീമിന് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉള്ളത്. സോ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിപ്പോൾ പാർക്കിംഗ് പ്ലേസസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബീംസസ് ആണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ T-ബീംസ് എന്ന് പറയുന്നത്. വെരി കോമൺ ആയിട്ട് നമ്മൾ ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന ബീമാണ് T-ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് L-ബീം എന്ന് പറയുന്നത്. L-ബീംസ്, ദ എൻഡ് ബീംസ് വിച്ച് ഹാവ് സ്ലാബ് ഓൺ വൺ സൈഡ് ഓൺലി ആക്ട് ആസ് എൻ L-ബീം. ഇപ്പോൾ T-ബീമിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അവിടെ ബോത്ത് സൈഡിലാണ് സ്ലാബ്സ് വരുന്നത്, അല്ലെങ്കിൽ ടോപ്പ് ഫുള്ളായിട്ട് സ്ലാബിൽ കവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ T-ബീംസ് എന്ന് പറയുന്നത്. വേറെസ് L-ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബ്സസ് വിൽ ബി ഓൺ ദ ഓൺലി വൺ സൈഡ് ആയിരിക്കും. In most of the reinforced concrete structure, concrete slabs are cast monolithically. അപ്പോൾ എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ കോൺക്രീറ്റ് സ്ട്രക്ചർ എടുക്കുമ്പോഴും സ്ലാബ്സ് ഒന്നിച്ചാണ് കാസ്റ്റ് ചെയ്യുക. In a floor consisting of several beams cast monolithically with the slab, the intermediate beams act as a T-beams, whereas the beams at top of the corner of the walls or the beams around the staircase or lift opening are called as L-beam. അതായത് ഇപ്പോൾ സെൻറ്ററിൽ വരുന്ന എല്ലാ ബീംസും T-ബീംസ് ആയിരിക്കും അല്ലേ, കാരണം എന്താണ്, സ്ലാബും ബീമുകളും ഒന്നിച്ചാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ സൈഡുകളിൽ വരുന്ന, അതായത് എൻഡ് പോർഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പണിങ്ങിൽ വരുന്ന ബീംസസ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് ബീം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കായിരിക്കും. അതായത് ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ബീമിന് ശേഷം ഒരു സൈഡിലോട്ട് മാത്രമായിരിക്കും സ്ലാബ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് L-ബീംസിൻ്റെ അപ്ലിക്കേഷൻ വരിക. സ്റ്റെയർ കേസിൻ്റെ ഓപ്പണിംഗ് വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ പോർഷൻ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്ലാബും ബീമും കാസ്റ്റ് ചെയ്ത് എൻഡിൽ വരുന്നത്, സെൻറ്ററിൽ വരുന്നതെല്ലാം T-ബീംസ് ആയിരിക്കും, എൻഡ് പോർഷനിൽ വരുന്നതായിരിക്കും നമ്മുടെ L-ബീം എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫിഗറിൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് L-ബീം നോക്കൂ, ഈ എൻഡിൽ വരുന്നതാണ് L-ബീം എന്ന് പറയുന്നത്. വേറെ മിഡിൽ വരുന്നതെല്ലാം T-ബീംസസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ T-ബീംസും അതേപോലെ തന്നെ L-ബീംസും വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ലോഡും ബാക്കിയുള്ള ഫോഴ്സസിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നോക്കാം. താങ്ക് യു.